ഇത് വർക്കല ട്രിപ്പിൻ്റെ സെക്കൻഡ്, അതായത് നമ്മൾ തിരിച്ചു വരുന്ന ദിവസം തന്നെ. നെക്സ്റ്റ് ഡേ ആദ്രയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തു. കണ്ടാവങ്ങ് തുറന്നല്ലോ അപ്പഴത്തേന്. കാശ് കൊടുക്കാതെ കിട്ടുന്ന കേക്ക് ഉണ്ടോ? എനിക്കറിയില്ല. അയ്യോ, കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമുക്കൊന്ന് കാണണം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും എല്ലാവരും പോവാനൊക്കെ കൊണ്ട് ഒരുക്കമായി. ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ പുറത്ത് പോകുന്നതിലും നല്ലത് വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നതാണെന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. നെക്സ്റ്റായിട്ട് ഞങ്ങൾ പോകുന്നത് ചാൾസേട്ടൻ്റെ വീട്ടിലോട്ടായിരുന്നു, കൊല്ലത്ത് തന്നെ. ഞങ്ങൾ ചെന്നപ്പം തൊട്ട് 2-3 കിളി ഈ കൂട്ടി വന്നിരിപ്പുണ്ട്. വീഡിയോ എപ്പോൾ എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അതിനെ പുറത്തോട്ടും കാണുന്നില്ല, വെളിയിൽ നിന്നുള്ള അകത്തോട്ടും പോയിട്ടില്ല. അതെ, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഗംഭീര ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത്. ആഹാരത്തിന് ശേഷം ഞങ്ങൾ കടലിൽ പോകാൻ തീരുമാനിച്ചു. വെറുതെ അല്ല, കടലിനുള്ളിൽ. അങ്ങനെ പെൺകുട്ടികൾ പോവാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അതിനുള്ള ചാൻസ് കിട്ടി. കരയിൽ നിൽക്കുമ്പോൾ നല്ല വെയിലാണെങ്കിലും കടലിലോട്ട് ഇറങ്ങിയപ്പോൾ അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്പിരിറ്റ് കൊണ്ടായിരിക്കാം. മൊത്തം കേറുന്നത് കടലിനുള്ളിൽ പോയ വീട് ഞാൻ വേറെ ഷോർട്ടാക്കിയിടാം. അങ്ങനെ പോയിട്ട് തിരിച്ചൊക്കെ വന്നു. പാതി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല കാറ്റാണ്, നമുക്കൊരു പേടിയൊക്കെ തോന്നും. ഇവിടുന്ന് അടുത്ത യാത്ര ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ്. ലിഫ്റ്റിൽ പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ, പക്ഷെ അതങ്ങ് വേണ്ടാന്ന് വെച്ച് സ്റ്റെയർ കയറിപ്പോവാന്ന് വിചാരിച്ചു. ആദ്യമേ കയറിയപ്പോൾ നല്ല ഉഷാറായിരുന്നു, പക്ഷെ കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ എത്തിയായിരുന്നു. ഞാൻ എങ്ങനെ വന്നേ? ലിഫ്റ്റ് കയറിയല്ല വന്ന്, സ്റ്റെയർ കയറിയാ വന്ന്. അത്ര മനസ്സിലാവാം. ആദ്യമേ എനിക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുണ്ടയ്ക്ക് കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, പക്ഷേ ഈ വ്യൂ സത്യമായിട്ടും അവിടെ നിന്ന് കാണണം. എൻ്റെ പൊന്നോ, എന്നെ സൂപ്പറാണെന്നറിയാമോ. ആ കാണുന്നതാണ് ഹാർബർ. ഇവിടുന്ന് ഒരുപാട് ദൂരം സൂം ചെയ്ത് എടുത്തതുകൊണ്ടാണ്, പക്ഷെ നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കാണാം. മീൻ പിടിക്കുന്ന ചേട്ടന്മാർ ബോട്ടിൽ, ഇതും ദൂരക്കാഴ്ചയാണ്, സൂം ചെയ്തെടുത്തതാണ്. പിന്നെ തിരിച്ചിറക്കൽ, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അവിടുന്ന് നേരെ കൊല്ലം ബീച്ചിലോട്ടായിരുന്നു യാത്ര. കൊല്ലം ബീച്ചിൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളെടുത്ത ലൊക്കേഷനും സ്പോട്ടും എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര വെയിലായിരുന്നു.
ആയുഷ് ഒരു 79 പേർക്ക് ദൈവം ആയുഷ് എടുക്കും. എല്ലാം കഴിഞ്ഞു. ആയുഷിന് ദിവസം അങ്ങനെ കുറച്ചൊരു കിളിജോത്സ്യം എല്ലാം നോക്കി അവിടുന്ന് പിന്നെ യാത്ര തിരിച്ചു. എല്ലാവരും വെയിൽ നല്ലതുപോലെ ബാധിച്ചായിരുന്നു. കൊല്ലത്തുനിന്ന് വണ്ടിയിൽ കയറിയത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ. തിരിച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്കും പത്തനംതിട്ടയെത്തി. പിന്നെ ഞാനും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം അത്രയേ ഉള്ളൂ.